السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله. أما بعد، فأوصيكم بنفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يؤت الحكمة فقد أوتي خيرا كثيرا. അള്ളാഹ് പറഞ്ഞാണെന്നാണ് എണീറ്റാണ്. അള്ളാഹ് ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയാണ്ട് ഇരുന്നും ചെയ്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു തആല നമ്മളെ കബൂലാക്കട്ടെ. ഈ മഹത്തായ നുസ്രത്ത് നമ്മളെ ശൈഖുന ബഹ്റുൽ ഉലൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിൻ്റെ മദദിൽപ്പെട്ടതാണ്. അവരാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ കാരണക്കാരൻ. ഇതിൻ്റെ വളർച്ചക്കും തുടർച്ചക്കും അവരാണ് കാരണക്കാരൻ. അല്ലാഹു തആല അവിടുത്തെ ഹദറത്തിലേക്കും അവിടുത്തെ മശായിഖുമാരിലേക്കും ഈ മജ്ലിസിനെയും ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും മിസ്ല സവാബ് എത്തിക്കട്ടെ. അവരുടെ മദദ് രണ്ട് ലോകത്തും നമുക്ക് അല്ലാഹു തആല നൽകി തരട്ടെ. അറിവ് മനസ്സിനോട് എന്ന് ഞാനിപ്പോൾ കേട്ടതാണ് വിഷയം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അറിവ് മനസ്സിനോട് തന്നെ. അറിവ് എന്നത് അൽ-ഇൽമു നൂറുല്ലാഹി ഹഖ. ഇവിടെ നേരത്തെ വിഷയം പറഞ്ഞിട്ടില്ല കേട്ടോ. ഇപ്പോൾ അറിവ് മനസ്സിനോടെന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാ നല്ല സന്തോഷമായി. അൽ-ഇൽമു നൂറുല്ലാഹി ഹഖ വനൂറുല്ലാഹി ലാ യുഅ്താ ലിയാസി എന്നത് നമുക്കൊക്കെ കാണാതെ അറിയുന്നതാണ്. അല്ലാഹു തആലയുടെ ഒളിവാണ് ഇൽമ് എന്നാണ് മുമ്പൊക്കെ ഉസ്താദുമാർ അർത്ഥം പറയാറുള്ളത്. വലിയൊരു അർത്ഥമാണത്. ഒളിവാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്. എവിടെ? മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് നിൽക്കുന്ന പ്രകാശം. പ്രകാശം ഒളിഞ്ഞ് കേന്ദ്രത്തിലുണ്ടായാൽ അത് ആ കേന്ദ്രത്തിൻ്റെ പരിസര ഭാഗങ്ങളിലേക്ക് മുഴുവൻ പ്രതിഫലിക്കും. പ്രകാശത്തിൻ്റെ സ്വഭാവം ഇന്തിശാറാണ്, പരക്കുക എന്നതാണ്. പ്രകാശം ബ്ലാക്കിനെ പോലെ നിർത്തിയ പോയിന്റിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലാന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു ബൾബ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ ഏരിയ മുഴുവൻ പ്രകാശിക്കുന്നു. പ്രകാശത്തെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇതുകൊണ്ടാണ് ആദ്യ സൃഷ്ടി ആരാണ്? നൂറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറാണ് ആദ്യത്തെ സൃഷ്ടി. നേരത്തെ അസ്ൽ ളുൽമത്താണ്. അല്ലാഹു തആല മാത്രം ആയ ഒരവസ്ഥ കാലമെന്ന് പറഞ്ഞുകൂടാ. മറ്റുള്ള സാധനങ്ങൾ ഒന്നുമില്ല. കുന്തു കൻസൻ മഖ്ഫിയൻ. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അറിയാൻ ആരുമില്ലാത്തതിനാൽ ഒളിഞ്ഞ ഒരു നിധിയായിരുന്നു ഞാൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഫഅറത്തു അൻ ഉറഫ്. എന്നെ മാരിഫത്ത് ചെയ്യപ്പെടണം, എന്നെ അറിയപ്പെടണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. ആര്? അല്ലാഹു തആല ഉദ്ദേശിച്ചു. അല്ലാഹുവിനെ അറിയണം. ആർക്കാ ഉപകാരം? അറിഞ്ഞവർക്ക്. ആരിഫിന് ഉപകാരം. മഅറൂഫാര് അല്ലാഹു തആല. അല്ലാഹുവിന് ആരെക്കൊണ്ടും ഒരു ഉപകാരവും ലഭിക്കാനില്ല. അറിഞ്ഞാൽ. അതുകൊണ്ടാണ് അറത്തു അൻ ഉറഫ്. ആര് അറിഞ്ഞാലും ആര് ആരിഫായാലും അവർക്ക് ഉപകാരം കിട്ടും. ഇതിനായി
ജനങ്ങളുടെ സർവരുടെയും ഉപകാരമുദ്ദേശിക്കുന്ന അല്ലാഹു തആല. റഹ്മാനാണല്ലോ അല്ലാഹു തആല. ആർക്കും റഹ്മത്ത് വാരിക്കോരി സദാസമയവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാഹു തആല ഈ അദമ് ശൂന്യത എന്ന ഇരുട്ട് നീക്കാൻ, മാരിഫത്ത് എന്ന വെളിച്ചമുണ്ടാകാൻ ഉദ്ദേശിച്ചു. അതുകൊണ്ട് സൃഷ്ടികളെ ഫഖലഖ്തുൽ ഖൽഖ ലിയഅരിഫൂനി. അപ്പോൾ ഇരുട്ട് നീങ്ങാൻ വെളിച്ചമാണ് വേണ്ടത്. വെളിച്ചമേതാ? മാരിഫത്ത്. ആ മാരിഫത്ത് എന്ന വെളിച്ചം നേടിയവരിൽ ഒന്നാമൻ നൂറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആദ്യത്തെ സൃഷ്ടിയും നൂറാണ്. ആദ്യത്തെ സൃഷ്ടി നൂറാണ്. ഈ നൂറിൻ്റെ ഭാഗമാണ് ഇൽമ്. ഇൽമും നൂറാണ്. ജഹിൽ, വിവരക്കേട് എന്നത് വലിയ കൂരിരുട്ടാണ്. ആ ഇരുട്ട് നീങ്ങാൻ വെളിച്ചം വേണം. വെളിച്ചമാണ് ഇൽമ്. ഈ വെളിച്ചത്തിൻ്റെ കേന്ദ്രം ഏതാണ്? ഖൽബാണ്. ഇതുകൊണ്ടാണ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാനായ ശൈഖ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് കാണാം, യംബഗി ലിൽ മുതഅല്ലിമി തഖ്ദീമു തഹാറത്തിൻ നഫ്സ് അൻ റദാഇലിൽ അഖ്ലാഖ് വമദ്മൂമിസ് സിഫാത്ത് ഇദിൽ ഇൽമു ഇബാദത്തുൽ ഖൽബ്. ഇങ്ങനെ യംബഗി ലിൽ മുതഅല്ലിം, മുതഅല്ലിമിന് നിർബന്ധമാണ്. മുതഅല്ലിമിന് നിർബന്ധമാണ്. യംബഗി എന്നത് യജിബു എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. യുന്തബു സുന്നത്താണ് എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. യലീഖു അനുയോജ്യമാണ് എന്ന അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. മൂന്ന് ഉപയോഗവും ഫത്വുൽ മുഈനിൽ തന്നെ ഉണ്ടല്ലോ. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. യംബഗി ഇവിടെ നിർബന്ധമാണ്. ലിൽ മുതഅല്ലിം, ഏതൊരു മുതഅല്ലിമിനിക്കും നിർബന്ധമാണ്. ലിൽ മുതഅല്ലിം എന്ന് പറഞ്ഞാൽ ലികുല്ലി മുതഅല്ലിമിൻ, ഏത് മുതഅല്ലിമിനും നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ലിൽ മുതഅല്ലിമി എന്ന് പറഞ്ഞാൽ ജറിൻ്റെ ലാമ് കഴിഞ്ഞിട്ടുള്ള അല്ലുണ്ടല്ലോ, ആ അല്ല് ഇസ്തിഗ്റാഖിൻ്റെ അല്ലാണ് എന്നർത്ഥം. ഏതൊരു മുതഅല്ലിമിനും നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? തഖ്ദീമു തഹാറത്തിൻ നഫ്സി, മനസ്സിൻ്റെ ശുദ്ധിയെ മുമ്പിൽ കൊണ്ടുവരിക എന്നത്. തഅല്ലുമിൻ്റെ മുമ്പിൽ ഉണ്ടാവേണ്ടത് മനസ്സിൻ്റെ ശുദ്ധിയാണ്. തഖ്ദീമു തഹാറത്തിൻ നഫ്സ്, മനസ്സിൻ്റെ ശുദ്ധിയെ മുമ്പിൽ കൊണ്ടുവരിക എന്നത് ഏതൊരു മുതഅല്ലിമിനും നിർബന്ധമാണ്. എന്തിൽ നിന്ന് ശുദ്ധി? അൻ റദാഇലിൽ അഖ്ലാഖ്, ഏത് മോശപ്പെട്ട സ്വഭാവങ്ങൾ, താഴുന്ന സ്വഭാവങ്ങളെ വിട്ടും മനസ്സിൻ്റെ ശുദ്ധി. അൻ റദാഇലിൽ അഖ്ലാഖ്, ഏത് താഴുന്ന സ്വഭാവങ്ങളെ വിട്ടും മനസ്സിൻ്റെ ശുദ്ധി. വമദ്മൂമിസ് സിഫാത്ത്, മോശമായ സർവ ഗുണങ്ങളെ വിട്ടും മനസ്സിൻ്റെ ശുദ്ധി. ഏത് മുതഅല്ലിമിനും തഅല്ലുമിൻ്റെ മുമ്പിൽ, പഠനത്തിൻ്റെ മുമ്പിലെ മുതഅല്ലിമിനുണ്ടായിരിക്കൽ നിർബന്ധമായ നിബന്ധന ഏതാ? തഖ്ദീമു തഹാറത്തിൻ നഫ്സ്, മനസ്സിൻ്റെ ശുദ്ധി. ഒരു സ്വഭാവ ദൂഷ്യവും മുതഅല്ലിമിൽ ഉണ്ടായിക്കൂടാ. ഒരു ദുർഗുണങ്ങളും മുതഅല്ലിമിൽ ഉണ്ടായിക്കൂടാ. വളരെ വിശദമാണ്, വിശദീകരിക്കുന്നില്ല. മുതഅല്ലിമാണെങ്കിൽ അവൻ അസൂയ ഉണ്ടായിക്കൂടാ, അഹങ്കാരം ഉണ്ടായിക്കൂടാ, ധിക്കാരം ഉണ്ടായിക്കൂടാ, അകംഭാവം ഉണ്ടായിക്കൂടാ, ലോകമാന്യം അതുണ്ടായിക്കൂടാ. ഇങ്ങനെ തുടങ്ങി അനിയന്ത്രിതമായ ശഹ്വത്ത്, പലതരത്തിലുള്ള വികാരങ്ങൾ. വയറിൻ്റെ വികാരമായിരിക്കും ചിലർക്ക് മുമ്പിൽ. ഫുഡ് അത് കിട്ടണം, ഫുഡ് ഇത് കിട്ടണം, അത് കിട്ടണം. ചിലപ്പോൾ എത്ര കിട്ടിയാലും മതിയാവില്ല എന്ന് തോന്നും. എന്നിട്ട് എവിടെന്നെങ്കിലും പണം സംഘടിപ്പിക്കും,
സ്ഥാപനത്തിൽ നിന്നോ ചിലവ് വീട്ടുകാരോ തരുന്നത് മതിയാവാത്തതിൻ്റെ പേരിൽ എവിടുന്നോ കേസ് സംഘടിപ്പിച്ച് ഏതെങ്കിലും ഹോട്ടലുകളിൽ പോയി സ്വന്തം വയറ് കേടുവരുത്തി ആരോഗ്യം വരെ നഷ്ടപ്പെടുത്തി ഇങ്ങനെ ആ ഫുഡിൻ്റെ അലച്ച വയറിൻ്റെ വികാരം, അനിയന്ത്രിതമായ വികാരം, പിന്നെ പല ലൈംഗിക വികാരങ്ങളാണെങ്കിൽ അതും അങ്ങനെ തന്നെ. തഅല്ലുമിൻ്റെ കാലത്ത് അത്തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വികാരങ്ങളും സർവവികാരങ്ങളും തഅല്ലും പഠനം എന്ന ഒരൊറ്റ കേന്ദ്രത്തിൽ കേന്ദ്രീകരിച്ചിരിക്കണം. അത് നാം മുത്തഫരിദാണല്ലോ ആദ്യം ഓതുക. മുത്തഫരിദിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുത്തഅല്ലിമ് അള്ളാഹുവിൻ്റെ റിളയെ വജ്ഹിനെ മാത്രം ഉദ്ദേശിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റിളയാണ് മുത്തഅല്ലിമിൻ്റെ ലക്ഷ്യം. എന്നോട് ഒരു മുദർരിസ് പറഞ്ഞു, കുട്ടികളോട് നന്നായി പഠിക്കാൻ വേണ്ടി നിരന്തരമായി ഉപദേശിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞത്രേ, ഇങ്ങനൊക്കെ പഠിച്ചിട്ട് ശമ്പളം എത്ര കിട്ടും, ഉസ്താദിൻ്റെ ശമ്പളം എത്ര എന്നിപ്പോൾ നമുക്കറിയാം. ഒരു മുത്തഅല്ലിം നമ്മളെ ഉസ്താദ്മാരോട് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. അത്ഭുതം തോന്നി കേട്ടപ്പോൾ. പഠിക്കാൻ വേണ്ടി പറയുമ്പോൾ ഒരു കുട്ടിയുടെ, ഒരു മുത്തഅല്ലിമിൻ്റെ വേഷധാരിയുടെ പ്രതികരണം, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ഇത്ര ശമ്പളം കിട്ടുക, ഉസ്താദിൻ്റെ ശമ്പളം എത്ര നമുക്കറിയാം. ശമ്പളം കിട്ടാനല്ല നമ്മൾ പഠിക്കുന്നത്, ഇവിടെ സുഖമായി ജീവിക്കാനുമല്ല പഠിക്കുന്നത്. ഇത്ര ശമ്പളം കിട്ടൂല എന്നും വിചാരിക്കണ്ട, സുഖമായിട്ട് ജീവിക്കാൻ കഴിയൂല എന്നും വിചാരിക്കണ്ട. അതിനൊന്നും നീയത്തിൻ്റെ ആവശ്യമില്ല. ശമ്പളം കിട്ടാൻ നീയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ജീവിതം സുഗമമാകാൻ നീയത്തിൻ്റെ ആവശ്യമില്ല. വീടുകളോ കൊട്ടാരങ്ങളോ കോട്ടകളോ ഉണ്ടാകാൻ നീയത്തിൻ്റെ ആവശ്യമില്ല. വാഹനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ സൗകര്യങ്ങളോ സജ്ജീകരണങ്ങളോ ലഭിക്കാൻ നീയത്തിൻ്റെ ആവശ്യമില്ല. അതൊന്നും നീയത്തിനെ ആശ്രയിക്കാത്ത കാര്യങ്ങളാണ്. അതേസമയം അല്ലാഹു തആലയുടെ റിള കിട്ടണമെങ്കിൽ ആ റിളയെ മലയാളീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ റിള എന്ന് പറയാണ്. തൃപ്തിയെന്നോ പ്രീതിയെന്നോ ഇഷ്ടമെന്നോ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റിളയാകില്ല. ആ റിളയെ അവതരിപ്പിക്കാൻ ഇതര ഭാഷയിൽ പദങ്ങളില്ല. അതാണ് അല്ലാഹു തആലയുടെ റിള. തൃപ്തി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റിളയുടെ ഒരിക്കലും പരിഭാഷയല്ല. അള്ളാഹുവിൻ്റെ റിളവാനിൻ്റെ പരിഭാഷയല്ല ഇഷ്ടമെന്നത്. അതിനേക്കാളൊക്കെ നാം മനസ്സിലാക്കുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ റിള. അള്ളാഹുവിൻ്റെ റിള എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിൽ നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റിള ആണ് മനുഷ്യൻ മുത്തഅല്ലിമ് ഇൽമു കൊണ്ട് ഉദ്ദേശിക്കേണ്ട കാര്യം. കാരണം അള്ളാഹുവിൻ്റെ റിള കിട്ടാൻ ഇൽമിനോളം നല്ല മാർഗം വേറെ ഇല്ല. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ ഖലഖല്ലാഹു അലാ വജ്ഹിൽ അർളി അക്രമ മിൻ മജ്ലിസിൽ ആലിം. മാ ഖലഖല്ലാഹു അലാ വജ്ഹിൽ അർളി അക്രമ മിൻ മജ്ലിസിൽ ആലിം. ഈ ഭൂമിയുടെ പുറത്ത് അല്ലാഹു ഇൽമിൻ്റെ മജ്ലിസിനോളം ബഹുമാനമുള്ള ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ദർസിനോളം ബഹുമാനമുള്ള ഒരു സദസ്സ് ഈ ഭൂമുഖത്ത് അല്ലാഹു തആല പടച്ചിട്ടില്ല. വായിച്ചോത്തിന്റെ ഹൽക്കയോളം ബഹുമാനമുള്ളൊരു മജ്ലിസ് അല്ലാഹു തആല പടച്ചിട്ടില്ല. ഇതുകൊണ്ടാണല്ലോ ഇൽമിൻ്റെ മജ്ലിസിൽ വേണ്ട ഒരൊറ്റ മുതഅല്ലിമാണെങ്കിൽ പോലും ഇമാം അഹ്മദ് തങ്ങൾ മറ്റ് പലരും റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഒരൊറ്റ മുതഅല്ലിം ഓതാൻ ഇറങ്ങിത്തിരിക്കുന്നതോടുകൂടെ അവന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ വലയം തീർക്കും. ഒന്നാം ആകാശം വരെ മലായികത്ത് വലയം ചെയ്യുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹസനായ ഹദീസിലുണ്ട്. സഹിയായാലും ഹസനായാലും മുഹ്തജ്ജ് ബിഹിയാണ്, തെളിവാണ്.
ഇത്ര വലിയ ഒരു പവർ മുത്തഅല്ലിമല്ലാതെ വേറെ ആർക്കും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉസ്താദുമാരെക്കാൾ ഉസ്താദ് ഇപ്പം നമ്മളാണെന്ന് വിചാരിക്കരുത്. ഉസ്താദുമാരൊക്കെ മുത്തഅല്ലിമീങ്ങളാണ്. കാരണം ഇൽമിൻ്റെ പ്രായം എത്ര? 25 വയസ്സാ? അല്ല. മിനൽ മഹ്ദി ഇലൽ ലഹദി, ജനനം മുതൽ മരണം വരെയാണ് ഇൽമ്. എല്ലാ ഉസ്താദുമാരും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനൊരു ഉസ്താദല്ലെങ്കിലും വാഹനത്തിന് കിതാബുണ്ട്, നോക്കിയാൽ കാണാം. അത് നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യൽ പോകൽ. എപ്പോഴും നമുക്കങ്ങനെ നമ്മൾ ഉസ്താദുമാരെ പഠിപ്പിച്ചിട്ടുള്ളത്. യാത്രയിൽ എന്ത് ചെയ്യണം? ഒരു കിതാബ് കയ്യിൽ വെക്കണം. എൻ്റെ അടുത്ത് പിന്നെ മറ്റേ ശൈത്താൻ പെട്ടി ഇല്ലാത്തത് കൊണ്ട് അതുണ്ടായാൽ ഉസ്താദുമാർക്ക് കിതാബ് നോക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ. എനിക്ക് എന്നെ പറ്റി വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ശൈത്താൻ പെട്ടി ഉപയോഗിക്കാൻ പേടിയിട്ട്. നല്ല തഖ്വയുള്ള ഉസ്താദുമാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവർ ദുരുപയോഗം ചെയ്യൂല, നല്ലതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഭീമ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്, ഉപകാരങ്ങളുണ്ട്, പക്ഷെ ഒരുപാട് കുറ്റം അതിലൂടെ വരുന്നുണ്ട്. വിവേകമില്ലാത്തവർ ഉപയോഗിച്ചാൽ കുറ്റത്തിനെ ഉപയോഗിക്കൂ. കാരണം അന്നഫ്സു മായിലത്തുൻ ഇലൽ മംനൂഇ, നഫ്സിൻ്റെ സ്വഭാവം, അമ്മാറത്തായ നഫ്സിൻ്റെ സ്വഭാവം വേണ്ട വേണ്ട, അരുത് അരുത് എന്ന് പറഞ്ഞാൽ വിലക്കിയതിലേക്ക് തന്നെ ആകർഷിക്കുക എന്നതാണ് നഫ്സിൻ്റെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്മാറത്തുമൊന്നും വിടാത്തത് കൊണ്ട് പേടിയാണ് ഉപയോഗിക്കാൻ. അതിങ്ങനെ ഉള്ള സമയമെല്ലാം കൂടി ഇങ്ങനെ കളഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും. അൻഉംരിഹി ഫീമാ അഫ്നാ എന്നൊരു ചോദ്യം ആഖിറത്തിലെ പ്രധാന ചോദ്യങ്ങളിൽ പെട്ടൊരു ചോദ്യമാണ്. അൻഉംരിഹി ഫീമാ അഫ്നാ, ആയുസ്, ജീവിതത്തിൻ്റെ സമയങ്ങൾ എന്തിൽ ചെലവഴിച്ചു എന്നുള്ളൊരു ചോദ്യം. ഈ ഓർമ്മ നമുക്ക് വേണം. അപ്പോൾ നാം എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റിളക്കായി പഠിക്കുന്നു. അള്ളാഹുവിൻ്റെ റിള നേടാൻ ഇൽമിനോളം നല്ല വഴി വേറെയില്ല. ഇൽമിൻ്റെ മജ്ലിസിനോളം ബഹുമാനമുള്ളൊരു മജ്ലിസ് ഈ ഭൂലോകത്ത് വേറെയില്ല. ഒരുപാട് ആയത്തുകളിൽ ഇൽമിൻ്റെ ബഹുമാനം നമുക്കറിയാം. വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തിൻ ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ആരോടും ചോദിക്കാം, ആരോടെന്ന് പറഞ്ഞിട്ടില്ല. ഖുൽ, ചോദിച്ചോളൂ. ആരോടായാലും. മതമുള്ളവനോട് ചോദിക്കാം, ഇല്ലാത്തവനോട് ചോദിക്കാം, ഇൽമിൻ്റെ വാക്താവിനോട് ചോദിക്കാം, അല്ലാത്തവനോട് ചോദിക്കാം. ആരോട് ചോദിച്ചാലും മറുപടി ബദീഹിയാണ്, ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താ ചോദ്യം? ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. പരിശുദ്ധ ഖുർആനിലെ ചോദ്യമാണ് പറഞ്ഞത്. ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ഇൽമ് ശേഖരിച്ചവരും ഇൽമ് നേടിയവരും നേടാത്തവരും സമപ്പെടുമോ? മറുപടി എന്താ? ഇല്ല. ഖുർആൻ മറുപടി പറയേണ്ടതില്ല. ആരോട് ചോദിച്ചാലും സമമാകില്ല. ഏത് വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വിഷയത്തിലും സമമല്ല എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഇതിൽ ജമ്മുൽ ജവാമി ഓതിയവരില്ലേ? ജമ്മുൽ ജവാമിൻ്റെ 1-ാം ജുസ് അവസാന ഭാഗം ഓതിയവർക്കറിയാം. നഫിയുൽ ഇസ്തിവാ അത് യുഫീദു ഉമൂമ വുജൂഹിൽ ഇസ്തിവാ. ഹൽ യസ്തവി എന്ന ഇസ്തിഫാം എന്താ? ഇങ്കാരിയ. സമമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്തിവായിനെ നഫി ചെയ്യൽ, സമത്വത്തിനെ നിഷേധിച്ചാൽ ഖുർആനിലായാലും ഹദീസിലായാലും സമത്വം സങ്കല്പിക്കാൻ പറ്റുന്ന, സമത്വം സാധ്യമാകാവുന്ന ഒരു കാര്യത്തിനും സമത്വമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, ഇൽമ് ശരിയായ ഇൽമുള്ളവരും ഇല്ലാത്തവരും സമമാകുമോ? ഇല്ല. എന്തിൽ? ഒരു വിഷയത്തിനും സമമല്ല. ഏതൊക്കെ വിഷയം? 1-ാമത്തെ വിഷയം അല്ലാഹു തആലയോടുള്ള ഖുർബ്, അള്ളാഹുവിനോടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയെ പിടിക്കാൻ കിട്ടൂല നമുക്ക്. ദാത്തിയായ, നമ്മളെ ബദനിയായ ഖുർബ് സാധ്യമല്ല. അല്ലാഹു തആലക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ആ ഖുർബ് സാധ്യമല്ല. പിന്നെ മാനവിയായ ഖുർബാണ്, അള്ളാഹുവിനോടുള്ള അടുപ്പം. ഇതാണ് മനുഷ്യന് നേടാൻ പറ്റുന്ന വലിയ ഉപകാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പം,
അള്ളാഹുവിൻ്റെ മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം. അള്ളാഹുവിൻ്റെ സ്നേഹം എന്ന് പറയാൻ കഴിയൂല. അള്ളാഹുവിൻ്റെ മഹബത്ത് അങ്ങനെ പറഞ്ഞു പഠിക്കുക. അള്ളാഹുവിൻ്റെ മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം, മലക്കുകളുടെ സ്നേഹം, എല്ലാ മഹാന്മാരുടെയും സ്നേഹം പോരാ. ഇൽമുള്ളവരെ കാട്ടിലെ വന്യജീവികൾ സ്നേഹിക്കുന്നു. ഇൽമിൻ്റെ വാക്താക്കൾക്ക് അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ദ്വാരക്കുന്നു. ഇവൻ തീരെ കണ്ടിട്ടില്ലാത്ത സമുദ്രത്തിലെ മത്സ്യങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ദ്വാരക്കുന്നു. ഒക്കെ ഹദീസുകളിൽ നമ്മൾ പഠിച്ചതാണ്, അദ്കിയയിൽ പഠിച്ചതാണ്, ഒക്കെ പഠിച്ചതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇൽമിൻ്റെ വാക്താക്കൾക്ക് മറ്റുള്ളവരോട് ഒരു വിഷയത്തിലും സമത്വമില്ല. അതുകൊണ്ടല്ലേ ജമാഅത്തിൻ്റെ ബാബിൽ നല്ല മനുഷ്യന്മാർ, കുറേ ഔലിയാക്കന്മാരുണ്ട്. എന്നാൽ ആരാണ് ഇമാമത്തിന് മുന്തിക്കേണ്ടത്? അഴലം, അല്ലേ? അഴലം. ഏറ്റവും കൂടുതൽ ഇൽമുള്ളവനെയാണ് മറ്റുള്ളവരുടെ മുഴുവൻ ഇമാമായി, നേതാവായി പ്രഖ്യാപിക്കേണ്ടത്. അള്ളാഹുവിനോട് എല്ലാവരുടെ കാര്യവും പറയാൻ, ശഫാഅത്ത് ചെയ്യാനുള്ള ഷഫീആയി മുന്തിക്കേണ്ടത് അഴലമിനെയാണ്. ഈ വിധത്തിൽ അഴലമാണ് ശൈഖുൽ മശായിഖ് ബഹറുൽ ഉലൂം അവരുടെ സമകാലികരിൽ. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് ശരിയായ ഇൽമു തരട്ടെ. ഈ ഇൽമു കിട്ടണമെങ്കിൽ ഇതിൽ ഇൽമു ഇബാദത്തുൽ ഖൽബി, ഖൽബിൻ്റെ ഇബാദത്താണ് ഇൽമ്. അതുകൊണ്ട് ഈ ഇൽമ് അവിടെ ഖൽബിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഖൽബ് റെഡിയാകണം. നമുക്കറിയാം, നിങ്ങൾക്ക് ചിലപ്പോൾ കൃഷി പരിചയമുണ്ടാവും, അല്ലേ? നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങളെ വീട്ടുകാർക്ക് പരിചയം ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ അടുത്ത് വയൽ, പാടം ഉണ്ടായേക്കാം. പാടത്ത് നെൽകൃഷി ചെയ്യണമെങ്കിൽ ആദ്യം പാടം ക്ലീൻ ചെയ്യണം. ആദ്യം എന്താ ചെയ്യുക? അവിടെയുള്ള ചണ്ടികളൊന്നായിട്ട് അടിച്ചൂട്ടിയാണ്ട് ചുടും. വേസ്റ്റുകളൊക്കെ പെറുക്കാൻ കിട്ടുന്നതൊക്കെ പെറുക്കും, ചുടും. രണ്ടാമത് ടാറ്റർ വരും, പൂട്ടും. അപ്പോൾ അടിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കവറുകളും മറ്റ് പലതെല്ലാം കൂടി അതും വാരിക്കൂട്ടും, അതിന്ന് ഒഴിവാക്കും. പുല്ലിൻ്റെ വേരുകൾ ചിലപ്പോൾ നേരത്തെ ചുട്ടപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടാവില്ല, പൂട്ടിയപ്പോൾ പുല്ലിൻ്റെ വേരുകളൊക്കെ കിട്ടും, അതെല്ലാം എടുത്ത് ഒഴിവാക്കും. അതൊന്നും ഒഴിവാക്കിയില്ലെങ്കിൽ നെല്ലിൻ്റെ വിത്തവിടെ പാവിയിട്ട് കാര്യമില്ല. നെൽവിത്തിനേക്കാൾ മറികടക്കുന്ന വിധത്തിൽ ഒന്നുകിൽ മുളക്കില്ല, പ്ലാസ്റ്റിക് കവറോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ മുളക്കന്നില്ല. വേറെ പുല്ലിൻ്റെ ചണ്ടികളോ വേരുകളോ ഉണ്ടെങ്കിൽ ഈ നെൽകൃഷിയെ മറികടക്കും വിധം ഇത് തഴച്ചു വളരും. പുല്ലുകൾ വേണ്ടാത്തത് തഴച്ചു വളരും. അപ്പം ആദ്യം ആ വിത്ത് പാകാൻ ആ നിലം റെഡിയാക്കണം. എന്ന പോലെ ഇൽമിൻ്റെ ആദ്യ വിത്ത് പാകാൻ ഏത് റെഡിയാക്കണം? ഇൽമിൻ്റെ നിലമാകുന്ന ഖൽബ് റെഡിയാക്കണം. അതാണ് ഇതിൽ ഇൽമു ഇബാദത്തുൽ ഖൽബി, ഖൽബിൻ്റെ ഇബാദത്താണ്. മനസ്സിൽ ഇൽമു പഠിക്കാൻ വരുന്ന മുത്തഅല്ലിമിൻ്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ റിളയല്ലാതെ, അള്ളാഹുവിൻ്റെ മഹബത്തല്ലാതെ, അള്ളാഹുവിൻ്റെ വജ്ഹല്ലാതെ ഒരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ഇൽമു പഠിക്കുന്നത്. ആ ലക്ഷ്യത്തിൽ ഇൽമു പഠിച്ചാൽ നന്നായി പഠിയും. ഈ ലക്ഷ്യമായിരുന്നു ബഹറുൽ ഉലൂമിന്. ചെറുപ്പത്തിലെ അതിൻ്റെ പേരിൽ ആ ലക്ഷ്യമാകട്ടെ ഫറിദ്വാനുൻ മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള റിദ്വാനിൻ്റെ ചെറിയൊരംശം കിട്ടിയാൽ മനുഷ്യന് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹാനേട്ടമാണെന്ത്? റിദ്വാനുൻ മിനല്ലാഹി. റിദ്വാനുല്ലാഹി എന്ന് പറഞ്ഞിട്ടില്ല, റിദ്വാനുൻ മിനല്ലാഹി അക്ബർ. അള്ളാഹുവിൻ്റെ റിദ്വാനിൻ്റെ ചെറിയൊരംശം നേടാൻ പറ്റിയാൽ മനുഷ്യന് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ നേട്ടമാണ് അത്. ഈ നേട്ടം കൊയ്യാൻ പറ്റിയത് ഇൽമാണ്. അപ്പം റിദ്വാന് ലക്ഷ്യമാക്കാൻ ആക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ തിരഞ്ഞെടുക്കേണ്ട ആദ്യത്തെ വഴി ഇൽമന്നെ. ഇൽമുണ്ടായാലോ, ഇൽമുണ്ടാവണമെങ്കിൽ ഒരു മഅസിയത്തുമില്ലാതെ നിലം റെഡിയാക്കണം. ഏത് മഅസിയത്തുകളുടെയും തിന്മകളുടെയും ഉത്ഭവ കേന്ദ്രം ഏതാകുന്നു? ഖൽബാണ്.
ഖൽബ് റെഡിയാണ്. നന്നായി നിയന്ത്രിക്കണം. കണ്ണിനെയും കാതിനെയും ഫർജിനെയും വയറിനെയും എല്ലാം നിയന്ത്രിക്കാൻ കഴിയണം. ചിലപ്പോൾ കുട്ടികൾ സ്ഥാപനത്തിൽ ശൈത്താൻ പെട്ടി ഉപയോഗിക്കാൻ പറ്റൂല. എന്നാൽ അതെല്ലാം കൂടി വീണ്ടെടുക്കും. ഖളാ വീട്ടുകളുടെ വീട്ടിൽ പോയാൽ സുബ്ഹാന റബ്ബി ചിന്തിക്കാൻ വയ്യ. ഓരോ മുത്തഅല്ലിമീങ്ങളെ ഒരു സ്ഥാപനത്തിലെ 25 മുത്തഅല്ലിമീങ്ങളൊന്നായിട്ട് വന്നിരുന്നു. അപ്പോൾ അവരോട് ഈ റമദാനിൻ്റെ ശേഷം ഒരു വക്ത് നിസ്കാരവും ഖളാ ആകാത്തവൻ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ 25-ൽ 3 ആളാണ് കൈ പൊക്കിയത്. ആരും മുത്തഅല്ലിമേ 25-ൽ 3 ആൾ. നമുക്കിത് ആലോചിക്കാൻ കഴിയണില്ല. നമ്മളെ വാപ്പ ചെറുപ്പത്തിലേ 7 വയസ്സായത് മുതൽ ഇങ്ങനെ നിസ്കരിപ്പിക്കുക, ജമാഅത്തിന് കൊണ്ടുപോകുക, അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് എങ്ങനെ ഇപ്പം നിസ്കാരം കളായത് ഊഹിക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ച് അപ്പോൾ നോക്കുമ്പോൾ സ്ഥാപനത്തിൽ നിന്നൊന്നും കളായിട്ടില്ല. ആ ഉസ്താദ് നന്നായി ശ്രദ്ധിക്കണ ആളാണ്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഇവരെ നിസ്കാരം കളായത് നാട്ടിൽ പോയപ്പോൾ ഒരുപാട് എണ്ണത്തിൻ്റെ നിസ്കാരം സുബഹിയാണ് കളാവുന്നത്. വേറെ ചിലർക്ക് സുബഹി അസറും കളാവണം. അപ്പം എങ്ങനെ കളാവണ്? അള്ളാഹു തആലാനെ പറ്റി വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കളാവണ്. രാത്രി ശൈത്താൻ പെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം നേരം വെളുക്കണ അറിയില്ല. ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു 11 മണിക്ക് ഒരു വഴിയിൽ ഇങ്ങനെ വരാം. എൻ്റെ കൂടെ ആ സലീമാജുണ്ട്. ഒരു പോക്കറിനോട് കൂടെ പോരണേ. റോഡ് സൈഡിൽ ചെറിയൊരു കല്ലുമ്മൽ ഒരു കുട്ടി ഇരിക്കണം. മുത്തഅല്ലിമല്ലട്ടോ, ഒരു 14-15 വയസ്സ്. ഒരു ശൈത്താൻ പെട്ടിയിട്ട് ഇരുന്നിട്ട് വണ്ടി ഓണടിച്ചിട്ട് അറിയണില്ല. കുറേ ഓണടിച്ച് എന്നിട്ട് അറിയണില്ല. അത്ഭുതപ്പെട്ടു. ഇതിനാണ്ട് ലയിച്ചിട്ടേ. ഈ ലയനം അല്ലാഹു തആലയിലല്ലേ വേണ്ടത്? ആലോചിച്ച് നോക്ക്. ഇത് ഉപയോഗിക്കാനുള്ള കയ്യിൻ്റെ ബലം, ആവത്, കണ്ണിൻ്റെ എനർജി ആരെ മിൽക്ക? അള്ളാഹുവിൻ്റെ മിൽക്ക്. അതൊരു മുസ്ലിമിൻ്റെ മോനാണെന്ന് മനസ്സിലാണ്. എനിക്കറിയില്ല. അതിനേക്കാൾ മോശമാണ് ചില മുത്തഅല്ലിമീങ്ങൾ. ഉസ്താദിൻ്റെ നോട്ടത്തിൽ നിന്ന് വിട്ടാൽ, യഥാർത്ഥത്തിൽ ഉസ്താദിൻ്റെ നോട്ടത്തിലാകുമ്പോൾ ഉസ്താദിനെ അനുസരിക്കേണ്ടത് എന്തിനു വേണ്ടിയാ? മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിനെ അനുസരിക്കേണ്ടത് അല്ലാഹു തആലാന്റെ റിള കിട്ടാൻ വേണ്ടിയാണ്. ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അത് എന്തിനു വേണ്ടിയാ? അള്ളാഹുവിൻ്റെ റിള കിട്ടാൻ. ഉമ്മാൻ്റെത് ഉപ്പാൻ്റെ ഒക്കെ പോക്കറ്റിലാക്കാനല്ല. ഇങ്ങനെ അനുസരിക്കേണ്ടവരെ മുഴുവൻ അനുസരിക്കുന്നതും അള്ളാഹുവിൻ്റെ റിള കിട്ടാനാണ്. അപ്പൊ സ്ഥാപനത്തിൽ നിന്ന് ഉസ്താദിനെ അനുസരിച്ച് തിന്മകൾ വർജിച്ചെങ്കിൽ ഈ ഉസ്താദിനെ വിശ്വാസമുള്ള ആ അളവ് പോലും അള്ളാഹുവിന് വിശ്വാസമില്ലാന്നോ? അതുകൊണ്ട് ഒന്നാമത് ഈമാനാണ് ശരിപ്പെടുത്തേണ്ടത്. ഈമാൻ എന്ന മാൻ കാട്ടിൽ പോയ പോലെയാണ് ഇന്നത്തെ അവസ്ഥ. ആ മാന് നാട്ടിലൊന്നുമില്ല. ഈമാൻ എന്ന മാൻ കാട്ടിലല്ല ഉണ്ടാവേണ്ടത്, അത് നാട്ടിലാണ് വേണ്ടത്. കാട്ടിലുണ്ടാവേണ്ട മാനുകളെ പേര് പറയാപ്പോൾ സമയമില്ല, അതൊക്കെ കാട്ടിലുണ്ടാവേണ്ടത്. ഈമാൻ എന്ന മാൻ ഓരോരുത്തരുടെയും കൽബിൽ ഉണ്ടായിട്ട് കൽബിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്ക് പ്രതിഫലിക്കണം. ഇൽമും അങ്ങനെ തന്നെ. അപ്പൊ ഇൽമിനെ ശരിയായ ഇൽമാക്കുന്ന ഘടകം ഈമാനാണ്. അതുകൊണ്ടാണ് അവ്വലു ദറജാത്തിൽ ഇൽം അൻ യഅരിഫ അന്നൽ മആസിയ സുമൂമുൻ മുഹ്ലികത്തുൻ മുബ്തിലത്തുൻ ലിൽ ഹയാത്തിൽ അബദിയ എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടത്തിന്റെ മീസാനുൽ അമലിൽ പറഞ്ഞത് കാണാം. അവ്വലു ദറജാത്തിൽ ഇൽം, ഇൽമിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ഇൽമിന്റെ ആദ്യത്തെ ദറജ അൻ യഅരിഫ, ഇൽമു പഠിക്കാൻ വരുന്ന ആള് അറിഞ്ഞു ഉറപ്പിച്ചിരിക്കലാണ്. എന്ത്? അന്നൽ മആസിയ, ഏത് തിന്മകളും, സുമൂമുൻ, അത് വലിയ വിഷങ്ങളാണ്. എങ്ങനത്തെ വിഷങ്ങൾ? മുഹ്ലിക്കത്തുൻ, ആകെ നശിപ്പിച്ച് കളയുന്ന വിഷങ്ങളാണ്. ഇവിടെ കാണാൻ പറ്റുന്ന വിഷങ്ങളൊന്നുമല്ല. എന്തുകൊണ്ട്? ഇവിടെയുള്ള വിഷങ്ങൾ തീണ്ടിയാൽ ചിലപ്പോൾ ഷഹീദിൻ്റെ കൂലി കിട്ടും. പാമ്പടിച്ച് മരിച്ചാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും, നഷ്ടമില്ല.
ഇത് മഹാഹലാക്കുണ്ടാക്കുന്ന വിഷമാണ് തിന്മകൾ. എന്തുകൊണ്ട്? മുബത്തിറത്തുല്ലിൽ ഹയാത്തിൽ അബദിയ, എക്കാലവും നിലനിൽക്കുന്ന ജീവിതം, ആ ജീവിതത്തിനെ, അവിടെയുള്ള സുഗമമായ ജീവിതത്തിന് തകരാറ് വരുത്തുന്നതാണ് തിന്മകൾ. അതുകൊണ്ട് മുത്തഅല്ലിമാണോ ഒരു തിന്മ ചിന്തിക്കാൻ വരെ പാടില്ല. അതുകൊണ്ട് പഴയകാല മുത്തഅല്ലിമീങ്ങളൊക്കെ ഔലിയാക്കന്മാരാണ്. പഴയ കാലത്തൊക്കെ മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കാം. എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ, ഉസ്താദന്മാർക്കൊക്കെ അറിയാം, പ്രയാസം ഉണ്ടായാൽ ദർസിലേക്ക് കാവ വെച്ചുകൊണ്ടുവരും, പായസം വെച്ചുകൊണ്ടുവരും, ചായ കൊണ്ടുവരും, കഞ്ഞി കൊണ്ടുവരും, കഞ്ഞിയും കൂട്ടാനും കൊണ്ടുവരും. അന്ന് കഞ്ഞി നല്ല രസമാണ്. നിങ്ങൾക്ക് ആ കഞ്ഞിൻ്റെ രസം അറിയില്ല, കൂട്ടാനും നല്ല രസമാണ്. ഇത് കൊണ്ടുവന്ന് മുത്തഅല്ലിമീങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കും. ദ്വാരന്നാ ഉത്തരം കിട്ടും. അന്നത്തെ മുത്തഅല്ലിമീങ്ങൾ ഔലിയ ആണ്. എന്തുകൊണ്ടാണ് ഔലിയ ആണ്? ഈ വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പച്ച ഷാളും വലിയ ഒരു പിടിച്ചാൽ നിരത്തിട്ടുള്ള തസ്ബീമാലി ഉണ്ടാകുക എന്നുള്ളതല്ല. വിലായത്ത് വലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. വലിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? വലിയായലിൻ്റെ ഫായിദ എന്താണോ? മാബഅദ് മാഖബലോട് അടുക്കലാണോ? ആരാ മാഖബൽ? അല്ലാഹു തആല. മാഖബൽ ആരാ? ഹുവൽ അവ്വൽ, അല്ലാഹു തആല. മാബഅദ് ആരാ? സൃഷ്ടികളൊക്കെ. ഈ സൃഷ്ടികൾ, ജനങ്ങൾ അള്ളാഹുവിനോട് അങ്ങോട്ടടുക്കലാണ് വിലായത്ത്. അടുക്കുമ്പോൾ സ്വാഭാവികമായി അല്ലാഹു തആല ഇങ്ങോട്ടടുക്കും. ആ അള്ളാഹുവിൻ്റെ കൃപയാണ്. എങ്ങനെയാണോ നമ്മുടെ അമൽ, അതിനനുസരിച്ചാണ് പ്രതിഫലം. അപ്പോൾ ഈ അടുപ്പം എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് അടുപ്പം? അല്ലാഹു തആലാക്ക് ഏറ്റവും റിളയുള്ള ത്വാഅത്ത്, ആ ത്വാഅത്ത് കൊണ്ടാണ് അടുപ്പം കൂടുക. ആ ത്വാഅത്താണ് ഇൽമ്. ഇൽമിൻ്റെ വക്താവ് മുത്തഅല്ലിമിന് രാവും പകലും ഇൽമാണ്. ശരിക്ക് പറഞ്ഞാൽ ഒരു മുത്തഅല്ലിമാണെങ്കിൽ സ്വപ്നം കാണൽ വരെ ഏതെങ്കിലും ഇഷ്കാലിൻ്റെ മറുപടി, അല്ലെങ്കിൽ ഇബാറകളുടെ ഹല്ല്, ഏതെങ്കിലും വലിയ ഉസ്താദുമാരെ സ്വപ്നം കാണും, അവരുടെ ക്ലാസ് കേൾക്കും, കേട്ടത് വരെ ഓർമ്മ കിട്ടും. അത് ശരിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉസ്താദിനോട് ചോദിക്കണം എന്ന് മാത്രം. പക്ഷെ മുത്തഅല്ലിമിന് ഫുൾ ടൈം ഇൽമ് എന്ന ചിന്തയായതുകൊണ്ട് സ്വപ്നം കാണൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നല്ല മുത്തഅല്ലിമീങ്ങൾക്ക് ഒരുപാട് അനുഭവമുണ്ട്. എന്നോട് ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കും അനുഭവമുണ്ട്. മുത്തഅല്ലിമിന് സ്വപ്നം കാണുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. എന്താ രസം? ഇബാറങ്ങനെ ഹല്ല് ചെയ്യുമ്പോൾ കിതാബിലെ ആശയങ്ങൾ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആശയങ്ങൾ കിട്ടും. വലിയൊരു ഉസ്താദിനെ, ബഹറുൽ ഉലൂമിനെ സ്വപ്നം കാണാം, അല്ലെങ്കിൽ സുൽത്താനുൽ ഉലമയെ സ്വപ്നം കാണാം, റയീസുൽ ഉലമയെ സ്വപ്നം കാണാം. വലിയ വലിയ ഉസ്താദുമാരെ അല്ലാത്ത ഉസ്താദുമാരെയും സ്വപ്നം കാണാറുണ്ട്. കണ്ടാൽ അവരുടെ ദർസ് സ്വപ്നത്തിൽ ആസ്വദിക്കാൻ കഴിയും. എന്താ രസം എന്നറിയാം. ഇങ്ങനെ മുത്തഅല്ലിമിൻ്റെ ലൈലും നഹാറും, യഖ്ലത്തും മനാമും, ഉറക്കവും ഉണർവും ഇൽമ്. പിന്നെ മുത്തഅല്ലിമിന് വേറെ തിന്മ വരാൻ ചാൻസ് ഇല്ല. അപ്പം മുഴുവൻ ഉറക്കിലും ഉണർവിലും ഇൽമന്നെ. ഉറങ്ങാൻ കിടക്കൽ മുത്തഅല്ലിം എപ്പോഴാണ്? വേഗം ഉറങ്ങൂല. ഉറക്കം വരണത് വരെ ഓതും. ഓതിയ ഉറക്കം വരൂല. ശരിക്കും ഓതുകയാണെങ്കിൽ ഇൽമിൻ്റെ ലദ്ദത്തിനോളം, ഇൽമിൻ്റെ രസത്തോളം ഈ ഭൗതിക ലോകത്ത് രസമുള്ള വേറെ ഒന്നില്ല. ഇത് പ്രാക്ടിക്കലായി കാണിച്ചു തന്നവരാണ് ശൈഖുനാ ബഹറുൽ ഉലൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. 10 മണിയാകുമ്പോഴത്തിന് കാണാതെ പഠിച്ചിട്ട് ശൈഖുന ഞങ്ങളോട് പറയാറുണ്ട്, എല്ലാവരും അൽഫിയൻ്റെ മത്തിനാണ് കാണാതെ പഠിക്കുക. ഞാൻ മത്തിനും ശറഹും കാണാതെ പഠിച്ചു. ഇങ്ങനെ ശൈഖുന അൽഫിയൻ്റെ മത്തിന് കാണാതെ പഠിച്ചു. കൈ പൊക്കാൻ പറയാണ് വേണ്ട. സ്വന്തം കൈ പൊക്കുക, സ്വന്തം നഫ്സിനോട് ചോദിക്കുക. മുമ്പ് അൽഫിയൻ്റെ മത്തിന് തല മുതൽ അവസാനം വരെ തിരിച്ചും കെട്ടും ചെല്ലലോ. വേറൊരു ശുഗലുമില്ല, ഇൽമന്നെ ശുഗൽ. ചെലവിന് പോകുമ്പോൾ ഇൽമാണ് ചർച്ച ചെയ്യുക. അലക്കുമ്പോൾ അൽഫിയൻ്റെ ബെയ്ത്തയിലിട്ട് അലക്കുക. അതൊരു രസമാണ്, അതൊരു ഹോബി. അതാണ് ഹോബി, ഇല്ലാത്ത രസം. അപ്പം ഇൽമിനോളം രസമുള്ള വേറെ ഒന്നില്ല. ഈ രസം കൊണ്ട് ഉറക്കം വന്നില്ല ബഹറുൽ ഉലൂമിന്, നേരം വെളുത്ത് അറിഞ്ഞില്ല ബഹറുൽ ഉലൂമിന്. ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ സംഭവത്തിൽ കാണാം.
വെയിലിങ്ങനെ ഉദിച്ചു കാണ്ട് മേനിയിൽ വെയിലിങ്ങനെ കുത്തുമ്പോഴാണ് അറിഞ്ഞ ഈശക്കരിച്ചിട്ട് തുടങ്ങിയ അപ്പോൾ സുബീകരിച്ചിട്ട് കഥായി. ആ കഥായി എനിക്ക് കൂലിയ കിട്ടുക കരുതിക്കുട്ടിയല്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇബാദത്താകുന്ന ഇൽമിൽ മുഴുകി ഇശാ നിസ്കരിച്ച് കിതാബിൽ നിന്നിട്ട് ഇബ്നു ഹജർ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം. ഇമാം സുബ്കി തങ്ങൾ കിതാബിലാണ്ട് ലയിച്ചപ്പോൾ സുബിയായത് അറിഞ്ഞില്ല, സൂര്യൻ ഉദിച്ചത് അറിഞ്ഞില്ല, ഉദിച്ചിട്ട് വെയിലും മോത്ത് കുത്തിയപ്പോഴാണ് അറിയണേ. ഉദറ് കൊണ്ട് നിസ്കാരം ഖളായതിൻ്റെ ഉദാഹരണമാണ്. ആ ഉദാഹരണം തുഹ്ഫത്തുൽ മുഹ്താജിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇൽമിനെ ആസ്വദിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അതിന് മനസ്സിൽ വേറെ ഒരു ചിന്ത ഉണ്ടാകരുത്. അള്ളാഹിൻ്റെ റിള ലക്ഷ്യമാക്കുക. അവനെ തോണ്ട ഈ പരിപാടിയില്ല. ഒരു ശഹവാനിയായ ചിന്തകളുമില്ല. ഒരുപാട് പറയാനുണ്ട്. സമയം കഴിഞ്ഞ് മാഷവിടെ കാത്തിരിക്കേണ്ട. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് മനസ്സിൻ്റെ ശുദ്ധി, മനസ്സിൻ്റെ ഉള്ളിൽ ഇൽമ സൂക്ഷിക്കുക, നന്നായി ക്ലാസ് ശ്രദ്ധിക്കുക, എന്നിട്ട് കാണാതെ പഠിക്കുക, ചൊല്ലി പഠിക്കണം. ഇന്ന് പല മുത്തഅല്ലിമീങ്ങൾക്കും നല്ല ഫഹമുണ്ട്, ഒറ്റവട്ടം കേട്ടാൽ തിരിയും. ശവർ വിചാരിക്കും എനിക്കെല്ലാം തിരിഞ്ഞുകയാണ്, കൽബിൻ്റെ മോശം. പിന്നെ ഒന്നും നോക്കാതിരുന്നാൽ 2 ദിവസം കൊണ്ട് തിരിഞ്ഞേ മറക്കും, പിന്നെ ചോദിച്ചാൽ കിട്ടൂല. അതേസമയം 3 തവണക്ക് കേട്ടെങ്കിലേ മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ സാധു മുത്തഅല്ലിം ഉണ്ടാവും. ഓനിരുന്നങ്ങനെ ഓതും, ഓൻ്റെ പിന്നെ മറക്കൂല. എന്ന് ചോദിച്ചാലും കിട്ടും. ഈ മറ്റേ ആൾ വിചാരിക്കും എന്നെ അവിടെ ഇൻ്റർവ്യൂ ചെയ്ത് അത്ര ഇൻ്റർവ്യൂ എടുത്തതല്ലേ എല്ലാം കിട്ടും, ഞാനെല്ലാം ഉഷാറാണ്. ഈ ഞാൻ ചിന്തിച്ചാൽ തന്നെ ഇൽമിട്ടൂല. അത് വലിയൊരു ഇരുട്ടാണ്. അപ്പോൾ വെളിച്ചവിടെ കത്തൂല. ഒരാൾക്കും തോന്നരുത്. മഹാനായ നമ്മളെ അടുത്ത നാട്ടുകാരനാണല്ലോ അബ്ദുറഹ്മാൻ ശൈഖ് തങ്ങൾ, അവർ പറഞ്ഞത് കാണാം, ഉല്ലി നഫ്സിക് അന്താഹ്ബത്തുന്നാസ്, ഇയാണ് ഏറ്റവും മോശം, നിന്നോട് നീ പറഞ്ഞുകൊണ്ടിരിക്കണം. നീയാണ് ഏറ്റവും മോശം എന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾക്ക് തോന്നണം ഞാനാണ് ഏറ്റവും മോശം, എന്നാലേ നമ്മൾ നന്നാവുള്ളൂ. അപ്പം നന്നായി ശ്രദ്ധിക്കുക. ചില പോയത്തക്കാരുണ്ട്, എവിടെന്നെങ്കിലുമൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഉസ്താദിൻ്റെ ക്ലാസ് വരെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കത് കിട്ടും തോന്നും. ഒരു വസ്തുവും കിട്ടൂല. കിട്ടുന്നവരാണെങ്കിൽ നല്ല അദബ്. ഇൽമിൻ്റെ 1ാമത്തെ ഷർത്ത് അദബാണ്. ഇൽമ കൊണ്ട് ഉപകാരമുണ്ടാകണമെങ്കിലുള്ള ഷർത്ത് അദബാണ്. അദബില്ലാത്തതല്ലേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കുട്ടികൾക്ക് കുഴപ്പം. അദബില്ല. ഓൻ്റെ ഇൽമ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല, എവിടെയും വെളിച്ചം കത്തിയില്ല, എവിടെയും അവനെ കൊണ്ട് ഇരുട്ട് മാത്രം. അതുകൊണ്ട് നല്ല അദബ്, കിതാബിനോട് അദബ് പാലിക്കണം. ദിനപത്രത്തെ പോലെ എവിടെയെങ്കിലും ഇടരുത്. കിതാബ് നല്ല ബഹുമാനിച്ച് ഉസ്താദുമാർ പറഞ്ഞു തരുമൊക്കെ. ഉസ്താദുമാർ എങ്ങനെയായിരുന്നു കിതാബ് പിടിച്ചിരുന്നത്, അതേപോലെ പരമാവധി ഒന്നോടുകൂടെ ആയിരിക്കണം ഓതാനിരിക്കേണ്ടത്. മൂത്തൊഴിച്ച വരണ വഴി തന്നെ ഓതെടുക്കാൻ സൗകര്യം, ഓതെടുത്ത് വരിക. കഴിവിൻ്റെ പരമാവധി വിലക്ക് തിരിഞ്ഞിരിക്കുക, കിതാബ് നോക്കുക. ഓതുന്ന കിതാബിൻ്റെ ഹാഷികൾ മുഴുവൻ നോക്കുക. അതെന്നെ ആവണം പണി. ശൈഖുന എപ്പോഴും പറയും, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഇൽമു ലാ യുഅ്തീക ബഅളഹു ഇല്ലാ ഇദാ തുഅ്തീഹി കുല്ലക്. ഇൽമു വലിയ വീര്യമുള്ളതാണ്, അതിൻ്റെ സ്വല്പം നിനക്ക് തരണമെങ്കിൽ നിന്നെ മുഴുവൻ അങ്ങോട്ട് ഇൽമിന് കൊടുക്കണം. അതുകൊണ്ട് സമയം മുഴുവൻ ഈ ചിലപ്പോൾ സ്ഥാപനങ്ങളിൽ ലീവായിരിക്കും. റമദാനിൽ കൂടുതൽ ഇൽമു സമ്പാദിക്കാൻ ശ്രമിക്കണം. മഹാനായ സയ്യിദി അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞത് കാണാം, യഫ്ദു വഖ്തകും വഖുലൂബകും, നിങ്ങളുടെ ഖൽബും നിങ്ങൾ സംരക്ഷിക്കണം, സമയവും സംരക്ഷിക്കണം. ഫഇന്ന അഅ്സൽ അശ്യാഇ അൽ വഖ്തു വൽ ഖൽബു, സമയവും മനസ്സുമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. സമയം പാഴാക്കിയാൽ, വെറുതെ സമയം പാഴാക്കുക, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ആ വാട്സപ്പ് നോക്കി, ഒരു വാട്സപ്പ് മുത്തഅല്ലിമ് നോക്കേ വേണ്ട. അത് നോക്കാൻ പ്രായമായവർ നോക്കട്ടെ, മുത്തഅല്ലിമിന് ഒരു വാട്സപ്പും നോക്കണ്ട. മുത്തഅല്ലിമിൻ്റെ എല്ലാ വിവരവും അള്ളാഹു തആലയോട് അടുപ്പിക്കുന്ന വിവരം. മുത്തഅല്ലിമിൻ്റെ നേരത്തെ ഞാൻ വായിച്ച മഖ്ദീസിയുടെ ഇബാറയുടെ ബാക്കിയിലുണ്ട്. വേറെ ഒന്നുകൊണ്ടും ജോലിയാകരുത്, സുഖലാകരുത്. അള്ളാഹു തആല വേണ്ട പോലെ അദബ് പാലിച്ച് കഠിനാധ്വാനം ചെയ്ത് മനസ്സ് ശുദ്ധീകരിച്ച് പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.